യമനെ ആക്രമിക്കാൻ അറബ് രാജ്യങ്ങൾ ഇസ്രായേലിനെ സഹായിക്കുന്നുണ്ടോ എന്ന തരത്തിൽ ചില റിപ്പോർട്ടുകൾ യമൻ്റെ മാധ്യമങ്ങളും മീഡിയകളും പ്രാധാന്യമായിട്ട് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുകയാണ്. നേരിട്ട് കൊണ്ടുള്ള ഒരു ആക്രമണം ഉണ്ടാവണമെങ്കിൽ അതിർത്തി പങ്കിടുന്ന രാജ്യമല്ല എന്നതിനാലും യമന്റെ അതിർത്തി അപ്പാടെ തന്നെ അറബ് രാജ്യങ്ങളാണ് അതിർത്തി പങ്കിടുന്നത് എന്നതിനാലും ഏതൊക്കെയോ അറബ് രാജ്യങ്ങൾ ഇതിന് സഹായിക്കുന്നുണ്ടോ എന്നുള്ളതാണ് യമന്റെ മീഡിയകൾ ചോദിച്ചിരിക്കുന്നത്. വലിയ രീതിയിലുള്ള വാർത്താ പ്രാധാന്യമുള്ള ഒരു വിഷയമായിട്ട് അത് മാറുന്നു. ഏകദേശം 2000 കിലോമീറ്റർ 1950 കിലോമീറ്ററാണ് യമനിൽ നിന്ന് ഇസ്രായേലിലേക്ക് അല്ലെങ്കിൽ ഇസ്രായേലിൽ നിന്ന് യമനിലേക്കുള്ള ദൂരം കണക്കാക്കുന്നത്. മൂന്ന് രാജ്യങ്ങളുടെ അതിർത്തി കടന്നു വേണം അങ്ങോട്ടും ഇങ്ങോട്ട് ആക്രമിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ യമനെ ആക്രമിക്കുക എന്ന് പറയാൻ കഴിഞ്ഞ ദിവസം അവരുടെ ഭരണാധികാരിയുടെ കൊട്ടാരത്തിൻ്റെ നേരെ പോലും സ്ഫോടനം നടത്തിയതുമായിട്ട് ബന്ധപ്പെട്ട് വലിയ വിഷയങ്ങളുണ്ടായി. 6 പേരെങ്കിലും തൽക്ഷണം മരണപ്പെടുകയും 12-ലധികം ആളുകൾക്ക് പരിക്കേറ്റ വിവരങ്ങളൊക്കെ റിപ്പോർട്ടായിട്ട് പുറത്തു വിട്ടു. അതോടൊപ്പം തന്നെ അവരുടെ ഇലക്ട്രിസിറ്റി മേഖലയ്ക്ക് നേരെ ആക്രമണം ഉണ്ടായിട്ടുണ്ട്. വലിയ നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 100ഓളം യുദ്ധവിമാനങ്ങൾ പങ്കെടുത്തു എന്നാണ് ഒരു റിപ്പോർട്ടിൽ കാണുന്നത്. എന്നാൽ ഡസൻ കണക്കിന് വിമാനങ്ങളാണ് എന്ന് മറ്റൊരു റിപ്പോർട്ടും പറയുന്നു. അപ്പോൾ ഇപ്പോഴത്തെ വിഷയം എന്ന് പറയുന്നത് ഇതൊരു സഹായമില്ലാത്ത രീതിയിൽ ആക്രമിക്കാൻ സാധിക്കുമോ എന്നുള്ളതാണ് അവർ ചോദിക്കുന്ന ചോദ്യം. അങ്ങനെ റൂട്ട് കാര്യങ്ങളൊക്കെ അതിൽ പറയുന്നുണ്ട്. ഇസ്രായേൽ അതിൽ നിന്ന് വരുന്ന സമയത്ത് ജോർദാൻ, സൗദി അറേബ്യ, യമൻ അങ്ങനെയാണ് എത്താൻ വേണ്ടി സാധിക്കുക. അത് 2-3 രീതിയിൽ കരമാർഗമാണെങ്കിൽ ഇസ്രായേലിൽ നിന്ന് ജോർദാൻ വഴി സൗദി അറേബ്യ കടന്നുകൊണ്ട് യമനിലേക്ക് എത്താം. ഈ യമനുമായി ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന അതേപോലെ തന്നെ ചെങ്കടലുമായി അതിർത്തി പങ്കിടുന്ന ഒരു രാജ്യമാണ് സൗദി അറേബ്യ എന്ന് പറയുന്നത്. കടൽ മാർഗമാണെങ്കിലോ ഇസ്രായേലിൽ നിന്ന് ജോർദാൻ ചെങ്കടൽ വഴി അങ്ങനെ എത്താം. ചെങ്കടലിലെ അതിർത്തിയുമായിട്ട് ബന്ധപ്പെടുന്ന സമയത്ത് മുസ്ലിം രാജ്യത്തിലേക്കാണ് വരുന്നത്. അപ്പോൾ കരമാർഗം കടൽ മാർഗം പറയുന്നത് മെഡിറ്ററേനിയൻ കടലിൽ നിന്ന് സൂയസ് കനാൽ വഴി ചെങ്കടലിലൂടെ ബാബുൽ മന്ദബ് കടന്നുകൊണ്ട് വേണം യമനിൽ എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിലിപ്പോൾ മെഡിറ്ററേനിയൻ കടലാണ് കുറച്ചെങ്കിലും ഒരു നിയന്ത്രണം എന്ന് പറയാൻ പറ്റില്ല. അവരുടെ അതിർത്തിയുമായിട്ട് പങ്കിടുന്ന രാജ്യം ഇസ്രായേലിൻ്റെ. അത് കഴിഞ്ഞ് പിന്നീട് സൂയസ് കനാലിൻ്റെ അടുത്ത് എത്തുന്നു, പിന്നീട് ചെങ്കടലിലെത്തുന്നു, ബാബുൽ മന്ദബ് എത്തുന്നു, യമനിലേക്ക് കയറുന്നു. കടൽ മാർഗമാണെങ്കിലും ഈ അറബ് രാജ്യങ്ങളുടെ അനുമതി വേണം എന്നുള്ളതാണ്. ഈജിപ്തിൻ്റെയും സൗദിയുടെയും എയർ സ്പേസ് ഉപയോഗിക്കാതെ ഈ മേഖലയിലേക്ക് എത്താൻ വേണ്ടി സാധിക്കുകയില്ല എന്നുള്ളതാണ് പ്രാഥമികമായിരിക്കുന്ന റിപ്പോർട്ട്. ഇന്റർനാഷണൽ വാട്ടേഴ്സ്, അതായത് കടൽ തീരത്തുള്ള ഒരു ആകാശമുണ്ട്. ആ ആകാശം ഉപയോഗിക്കണമെങ്കിൽ പോലും യുദ്ധം പോലെയുള്ള ഒരു സാഹചര്യത്തിൽ അതാത് രാജ്യത്തിന് അനുമതി വേണം. അതല്ലാത്ത രീതിയിലുള്ള യാത്രാ വിമാനങ്ങളൊക്കെ കടന്നാൽ അത്ര വലിയ വിഷയമാക്കാൻ ഇല്ല എന്ന് ചുരുക്കം. ബാബുൽ മന്ദബ് എന്ന് പറഞ്ഞാൽ യമന്റെയും ജിബൂട്ടി എന്ന് പറയുന്ന രാജ്യത്തിൻ്റെയും അതിർത്തിയാണ് ഈ ബാബുൽ മന്ദബായിട്ട് വരുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ ഇതെല്ലാം മുസ്ലിം രാജ്യങ്ങളാണ്. മെഡിറ്ററേനിയൻ കടലിനെ പറ്റി ഇങ്ങായിട്ട് പറയുന്ന അതിൻ്റെ വിശദീകരണത്തിൻ്റെ ഭാഗം ഇങ്ങനെ പറയുന്നുണ്ട്. മെഡിറ്ററേനിയൻ കടൽ എന്ന് പറഞ്ഞാൽ അന്താരാഷ്ട്ര കടൽ റൂട്ടാണ്. യൂറോപ്പും ഏഷ്യയും ആഫ്രിക്കയും തുല്യമായിരിക്കുന്ന അവകാശ ഭാഗമായിട്ട് നിൽക്കുന്നതാണ്. അതിൽ ഇസ്രായേലിന് പ്രത്യേകമായിരിക്കുന്ന അധികാരങ്ങളൊന്നുമില്ല. പക്ഷെ അവരുടെ അതിർത്തി ആയതുകൊണ്ട് അവരങ്ങനെ കൺട്രോൾ ചെയ്തു പോകുന്ന അവരുടെ അതിർത്തി ഭാഗങ്ങൾ എന്ന് മാത്രം. പ്രത്യേകമായിരിക്കുന്ന അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചുള്ള പരാമർശം അതിലില്ല. എന്നാൽ സൂയസ് കനാൽ എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ട് ഈജിപ്തിൻ്റെ കൈവശത്തിലുള്ളതാണ്. റെഡ് സീ എന്ന് പറഞ്ഞ ചെങ്കടൽ എന്ന് പറയുന്ന സമയത്ത് ഈജിപ്ത്, സുഡാൻ, എരിത്രിയ, ജിബൂട്ടി, സൗദി അറേബ്യ, യമൻ ഈ പറയപ്പെട്ട രാജ്യങ്ങൾ. അപ്പോൾ എത്രയോ 1, 2, 3, 4, 5, 6 ഈ 6 രാഷ്ട്രങ്ങൾ അന്താരാഷ്ട്ര കരാർ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ നിയമത്തിൽ വ്യവസ്ഥ എന്ന് പറയുന്ന സമയത്ത് ഈ രാജ്യങ്ങൾക്ക് 12 നോട്ടിക്കൽ മൈൽ നിയന്ത്രിക്കാൻ അധികാരമുണ്ട് അവരുടെ രാജ്യാതിർത്തിയുമായി ബന്ധപ്പെട്ട്. അങ്ങനെ ഒരു നിയന്ത്രണ മേഖല ഈ പറയപ്പെട്ട ചെങ്കടലുണ്ട്. അപ്പോൾ 12 നോട്ടിക്കൽ മൈൽ എന്ന് പറഞ്ഞാൽ 1 നോട്ടിക്കൽ മൈൽ എന്ന് പറയുന്നത് 1.852 കിലോമീറ്റർ ആണ്. എന്ന് വെച്ചാൽ ഏകദേശം 1 നോട്ടിക്കൽ മൈൽ എന്ന് പറഞ്ഞാൽ 2 കിലോമീറ്ററിന് അടുത്താണ്. അപ്പോൾ 12 ഈ നോട്ടിക്കൽ മൈൽ എന്ന് പറയുന്ന സമയത്ത് 24 കിലോമീറ്റർ, ഒരു 22-23 കിലോമീറ്റർ അതിർത്തിയിൽ നിന്ന് മുന്നോട്ട് കടലിലേക്ക് അങ്ങനെയാണ് അത് കണക്കാക്കുന്നത്. അങ്ങനെ ഇവർക്ക് എല്ലാവർക്കും ഉപയോഗിക്കാം എന്നുള്ളതാണ് അതിൻ്റെ കണക്ക്. പിന്നെ ഈ ബാബുൽ മന്ദബാണ് വരുന്നത്. നമ്മൾ പറഞ്ഞു യമന്റെയും ജിബൂട്ടിൻ്റെയും ഈ എരിത്രിയ എന്ന് പറഞ്ഞ രാജ്യത്തിൻ്റെയും അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇപ്പോഴത്തെ വിഷയം പറയുന്നത് നേരിട്ട് കൊണ്ട് ഇസ്രായേലിന് യമൻ ആക്രമിക്കാൻ സാധിക്കില്ല. ഒന്നുകിൽ കടൽ മാർഗം അല്ലെങ്കിൽ ആകാശമാർഗം. അപ്പൊ ഈ 2 മാർഗം ഉപയോഗിച്ച് ആക്രമിക്കണമെങ്കിൽ ഇതിലേതോ രാജ്യങ്ങൾ സഹായിക്കുന്നു. ഒരു രാജ്യമല്ല, 1-ൽ കൂടുതൽ രാജ്യങ്ങൾ. ജോർദാന്റെ പേരൊക്കെ അതിൽ പരാമർശമായിട്ട് പറയുന്നുണ്ട്. കാര്യം എന്ന് പറയുന്നത് ഈ ഇറാനെ ആക്രമിച്ച ഇറാൻ ഇസ്രായേലിലേക്ക്
ഈ അവരുടെ മിസൈൽ തൊടുത്തു വിട്ടതുമായി ബന്ധപ്പെട്ട ഒരു വിഷയം വന്നപ്പോൾ 100ഓളം മിസൈലുകളെ അമേരിക്കയുടെയും ബ്രിട്ടന്റെയും പ്രതിരോധ സംവിധാനങ്ങൾ ജോർദാന്റെ അതിർത്തിയിൽ വെച്ചുകൊണ്ട് തകർത്തിട്ടുണ്ട് എന്ന് അന്താരാഷ്ട്ര മീഡിയ റിപ്പോർട്ട് ചെയ്തതിന്റെ അടിസ്ഥാനത്തിലുള്ള പഠന റിപ്പോർട്ടിന്റെ ഭാഗത്ത് അത് പറഞ്ഞതോടുകൂടി അത് ജോർദാൻ തന്നെ സ്ഥിരീകരിക്കുകയും അങ്ങനെ ആ വിഷയത്തിൽ രമ്യമായിരിക്കുന്ന പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ജോർദാന്റെ വിദേശകാര്യമന്ത്രി 3 തവണയെങ്കിലും ഇറാൻ സന്ദർശിക്കുകയും ചെയ്തിട്ടുണ്ട്. അത് ഫസ്റ്റിലത്തെ ആക്രമണവുമായിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പോൾ അങ്ങനെ സംഭവം അവിടെ നടന്നിട്ടുണ്ട്. അപ്പം ഇപ്പം നടന്നിരിക്കുന്ന വിഷയത്തെ പറ്റിയായിട്ടുള്ള ഭാഗം പറയുന്നത്, ഇപ്പോൾ നടന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇറാൻ ഇസ്രായേൽ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ഇറാന്റെ ഭാഗത്തുനിന്ന് ഇസ്രായേലിലേക്ക് തൊടുത്തുവിട്ടിരിക്കുന്ന മിസൈലിൽ ചില മിസൈലുകളെല്ലാം ഈ പറയപ്പെട്ട പോലെ തന്നെ ജോർദാന്റെയും സൗദിയുടെയും അതിർത്തിയുടെ ഭാഗം കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രതിരോധിച്ചിട്ടുണ്ട്, അതായത് തകർത്തിട്ടുണ്ട് എന്നുള്ളതാണ്. അത് ഒറ്റപ്പെട്ടിരിക്കുന്ന മരുഭൂ പ്രദേശത്തിന്റെ ഭാഗത്തിലൂടെ ഇങ്ങനെ ഈ ഒരു അക്രമവും ശബ്ദങ്ങളും ചുറ്റുഭാഗത്തുള്ള ആൾക്കാർ, ചുറ്റുഭാഗം കിലോമീറ്റർ കഴിഞ്ഞിട്ടാണ് താമസങ്ങളൊക്കെ ഉള്ളത്, അവർ കേട്ടതായിരിക്കുന്ന രീതികളും അതേപോലെ തന്നെ ഉയരമുള്ള ബിൽഡിങ്ങിൽ നിന്ന് ഇത്തരം വീഡിയോകൾ എടുത്തുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അത് ജോർദാന്റെ അതിർത്തിയാണ് എന്നുള്ളത് കൃത്യമായിട്ടുണ്ട്. സൗദി അറേബ്യ ഈ കാര്യം നിഷേധിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ BBC, റോയിട്ടേഴ്സ് അടക്കമുള്ള പത്രങ്ങൾ ഈ കഴിഞ്ഞ പ്രാവശ്യം ഇസ്രായേലിന്റെ യുദ്ധവിമാനങ്ങൾ ഇറാനിലേക്ക് യമനിലേക്ക് പറന്നതുമായി ബന്ധപ്പെട്ട് ചില ചിത്രങ്ങൾ പുറത്തു വിട്ടതിനോടനുബന്ധിച്ച് അവർ പറയുന്നു സൗദി മരുഭൂമിയുടെ ഭാഗമാണ് ഇത് എന്നുള്ളൊരു പരാമർശം ഉണ്ടാവുകയോ അങ്ങനെ ഒരു സംശയം ഉണ്ടാവുകയോ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് വിവാദമാവാനുള്ള കാരണം. അപ്പോൾ കൃത്യമായ രീതിയിൽ സൗദി അറേബ്യ മറുപടി പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾക്കതിൽ യാതൊരു പങ്കാളിത്തവും ഇല്ല എന്ന കാര്യം അവരുടെ ഭാഗം അവർ ക്ലിയർ ആക്കിയിട്ടുണ്ട്. പക്ഷേ ജോർദാനോ ഈജിപ്തോ ഈ വിഷയമായിട്ട് ഇടപെട്ടുകൊണ്ട് മറുപടി ഒന്നും പറഞ്ഞിട്ടില്ല, ഉണ്ടെന്നോ ഇല്ലെന്നോ പറഞ്ഞിട്ടില്ല. ആ ചോദ്യമായിട്ട് ഇപ്പോൾ അവിടെ വായുവിൽ നിൽക്കുന്നു എന്നുള്ളതാണ് ആ പത്രത്തിൻ്റെ ഭാഗത്ത് പറയുന്ന കാര്യം. അപ്പോൾ സ്ഥിതികൾ എന്ന് പറയുന്നത് പരസ്യമായ രീതിയിൽ പലസ്തീൻ അനുകൂലമായിരിക്കുന്ന നിലപാട് പറയുകയും ഇസ്രായേലിനെ വിമർശിക്കുകയും ചെയ്യുന്നവരും രഹസ്യമായ രീതിയിൽ ഇസ്രായേൽ സഹായിക്കുന്നുണ്ടോ എന്ന് സംശയം തോന്നുന്ന രീതിയിലാണ് ഈ റിപ്പോർട്ട് തുടങ്ങുന്നത് തന്നെ. അവർ പറയുന്നത് തന്നെ യമനെ ആക്രമിക്കാൻ ഇസ്രായേലിനെ അറബ് രാജ്യങ്ങൾ സഹായിക്കുന്ന ഒരു ചോദ്യം ചിഹ്നം കൊടുത്തുകൊണ്ടായിട്ടൊക്കെയാണ് ഈ കാര്യങ്ങൾ തുടങ്ങുന്നത്. അതിൻ്റെ വിശദീകരണ കുറിപ്പിൽ ഓരോരോ ഭാഗങ്ങൾ കൃത്യമായ രീതിയിൽ പറയുന്നുണ്ട്. അങ്ങനെയാണ് ഇറാന്റെ പരാമർശം വരുന്നത്. ഇറാൻ ഇപ്പോൾ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടുള്ള യുദ്ധവുമായി ബന്ധപ്പെട്ട ആദ്യം 300 മിസൈൽ വായിച്ചു. ആദ്യം ഇസ്രായേലാണ് തുടങ്ങിയത്. സിറിയയിലുള്ള ഇറാന്റെ എംബസി തകർക്കുകയും 11ഓളം ആളുകൾ കൊല്ലപ്പെടുകയും ചെയ്ത സംഭവങ്ങളാണ് ആദ്യം റിപ്പോർട്ട് ചെയ്യുന്നത്. രണ്ടാമത്തേത് വന്നത് ഇറാന്റെ തലസ്ഥാനമായിരിക്കുന്ന തെഹ്റാനിൽ വെച്ച് ഹമാസിന്റെ നേതാവ് ഇസ്മായിൽ ഹനിയെ കൊലപ്പെടുത്തിയതുമായിട്ട് ബന്ധപ്പെട്ട 2 പ്രശ്നങ്ങൾ. അവരുടെ സുരക്ഷിത മണ്ഡലത്തിൽ കയറിക്കൊണ്ട് ഇസ്രായേൽ പോലെയുള്ള ശത്രു രാജ്യങ്ങൾ ഇസ്മായിൽ ഹനിയെ കൊലപ്പെടുത്തിയെന്ന് പറയുന്ന സമയത്ത് തീർച്ചയായിട്ടും അതിന്റെ ഉത്തരവാദിത്വം ഇറാനുണ്ട്. ഞങ്ങൾ ശക്തമായ രീതിയിൽ തിരിച്ചടിക്കുമെന്നുള്ള ഈ പ്രവൃത്തി ചെയ്ത് ഇസ്രായേലാണ് എന്നുള്ളതും അതിനോടനുബന്ധിച്ച് തന്നെ അവർ സ്ഥിരീകരിച്ചതാണ്. 2 മാസം കഴിഞ്ഞതിന് ശേഷമാണ് തങ്ങളാണ് ചെയ്തത് എന്നുള്ള വിവരം ഇസ്രായേൽ അത് സമ്മതിക്കുന്നത്. അപ്പോൾ ഈ 2 പ്രധാനമായിരിക്കുന്ന വിഷയത്തോടനുബന്ധിച്ചാണ് ഇറാൻ ഇസ്രായേലിനെ ആക്രമിക്കുന്നത്. 300ഓളം മിസൈലുകളെങ്കിലും പായിച്ചിട്ടുണ്ട് എന്നതാണ്. 100ഓളം മിസൈലുകൾ ജോർദാന്റെ അതിർത്തിയിൽ വെച്ച് തകർക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ് അന്നത്തെ റിപ്പോർട്ട്. അപ്പോൾ നമ്മൾ കൂട്ടി വായിക്കുന്ന സമയത്ത് അത്തരം പ്രവർത്തികൾ ഇതിനു മുൻപ് നടന്നിട്ടുണ്ട്. അപ്പോൾ അമേരിക്കയ്ക്ക് താല്പര്യമുണ്ടാവുന്ന രീതിയിൽ അമേരിക്കയുടെ നയങ്ങളും സമീപനങ്ങളും ഒക്കെ അംഗീകരിക്കുന്ന രീതിയിലും അമേരിക്ക ഉടക്കാത്ത രീതിയിൽ കാര്യങ്ങൾ പോകണം എന്ന നിലപാടിലേക്ക് എത്തുന്നത് തീർച്ചയായിട്ടും ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ്. അപ്പോൾ ഇവിടെ യമനിൽ വെച്ച് യുദ്ധം നടത്തുന്നത് അല്ലെ യമനിൽ ഇസ്രായേൽ ആക്രമിക്കുന്നത് എന്ന് പറഞ്ഞിട്ടാണ് അവിടുത്തെ വിമതപക്ഷമായിരിക്കുന്ന ഊത്തി വിമതരാണ്. ആ രാജ്യത്തിൻ്റെ പൂർണ്ണമായിരിക്കുന്ന അധികാരമൊന്നും ഊത്തികളുടെ കൈവശത്തിലില്ല. തലസ്ഥാനമായിരിക്കുന്ന സെന്ന അടക്കം ഈ ചെങ്കടലുമായിട്ട് ബന്ധപ്പെട്ട ഏരിയകൾ അവരുടെ കൈവശത്തിലാണ്. 30 മുതൽ 40% വരെ എന്ന് പറയുന്നു. അപ്പോൾ ഈ ഭാഗത്ത് വെച്ചിട്ടാണ് എന്തുണ്ടാകുന്ന അക്രമം ഉണ്ടാകുന്നത്. ഈ പ്രദേശത്ത് അവർക്ക് അധികാരം പിടിച്ചെടുക്കാൻ, ഈ പ്രദേശത്ത് അവർക്ക് ഒരു അധികാരത്തിന് നിയന്ത്രണം ഉണ്ടാകാൻ വേണ്ടിയിട്ട് വർഷങ്ങളോളം അവിടുത്തെ സർക്കാരുമായിട്ട് ഹൂത്തികൾ യുദ്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഷിയ മിലീഷ്യകളാണ് ആ വിഭാഗം ഏർപ്പെടുത്തുന്നതിനോടനുബന്ധിച്ച് പിന്നെ ആ യമനിലെ ഭരണാധികാരികളെ സഹായിക്കാൻ വേണ്ടി സൗദിയോടും UAE-യോടും അവർ ആവശ്യപ്പെടുകയും അവിടെ സൈനികർ ഈ മേഖലയിലേക്ക് വരികയും പിന്നീട് ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് സൗദിക്കും UAE-ക്കും നേരെ ശക്തമായിരിക്കുന്ന യുദ്ധം ഉണ്ടാവുകയും ചെയ്തു.
അത് വർഷങ്ങളോളം നീണ്ടതാണ്. വലിയ രീതിയിലുള്ള നാശങ്ങളും നഷ്ടങ്ങളും ഉണ്ടായിട്ടുണ്ട്. അത് ഒരുപാട് കഥയാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്ന വിഷയങ്ങൾ ഇങ്ങനെയാണ്. അവരിപ്പോൾ അവർ പരിശോധിച്ചു കൊണ്ടിരിക്കുന്നത് പ്രധാനമായിരിക്കുന്ന കാര്യം ആരൊക്കെയാണ് യമനെ ആക്രമിക്കാൻ വേണ്ടി ഇസ്രായേലിനെ സഹായിക്കുന്നത് എന്നുള്ള കാര്യമാണ് അവരിപ്പോൾ പരിശോധിച്ച് വരുന്നത്. എന്നാൽ അതിന് അനന്തരഫലവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചൊരു സൂചന പോലും അവർ നൽകിയിട്ടില്ല. ഞങ്ങൾ ഇതൊക്കെ ഒന്ന് പഠിച്ചു വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ആ റിപ്പോർട്ട് അവസാനിപ്പിക്കുന്നത്.